ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ബോ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു സാറ്റിൻ്റെ സിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിൻ്റെ അളവ് ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമുക്ക് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത് 6 സെൻറ്റിമീറ്ററും, പക്ഷേ ഇതിൻ്റെ സെൻറ്ററിലുള്ള 3 സെൻറ്റിമീറ്റർ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിൻ്റെ 2 വശങ്ങളിലും നമ്മൾ തയ്യൽ തുമ്പായിട്ട് 1.5 സെൻറ്റിമീറ്റർ വീതം 2 വശങ്ങളിലും ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ തുണീനെ ഇതിൻ്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ അളവിന് വരച്ചിട്ടിട്ടുണ്ട്. കാരണം നമ്മൾ തയ്ക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാണ്ടിരിക്കാനാട്ടോ. അപ്പം തയ്ച്ചധികം ശീലമില്ലാത്തവർ അങ്ങനെ ഒരു വരച്ചിട്ടതിന് ശേഷം തയ്ക്കുന്നതായിരിക്കും നന്നായിട്ട് വരാനായിട്ട് സഹായിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ എൻഡിൽ ആദ്യം ഒന്ന് കെട്ടിട്ടതിന് ശേഷം നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന കറക്റ്റ് 3 സെൻറ്റിമീറ്റർ വരുന്ന അത്രയും പോർഷന് ഇതുപോലെ തയ്ച്ചെടുക്കുവാണ്. റണ്ണിങ് സ്റ്റിച്ചിട്ട് ഫുള്ളായിട്ട് തയ്ച്ച് പോയാൽ മതി. നിങ്ങളുടെ കയ്യിൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മെഷീൻ യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പം ഞാനിവിടെ കൈവച്ച് ഇത് ഫുള്ളായിട്ട് തയ്ച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. പിന്നെ ഞാൻ ഇതിൽ നീളം കാണിക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പം നമ്മൾ 90 സെൻറ്റിമീറ്ററാണ് നീളം എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ തയ്യൽ തുമ്പായിട്ട് വിട്ടേക്കുന്ന ഇത്രയും പോർഷൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പം നമ്മൾ തയ്ച്ചതിൻ്റെ തൊട്ടടുത്ത് വെച്ച് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മുടെ നല്ല വശം പുറത്തോട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നല്ല വശം പുറത്തെടുത്തു. ഇനി നമ്മുടെ ബോയിലോട്ട് ഇതിനെ ഇതുപോലെ കയറ്റിയെടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ ബോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളൂ കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണേ. അപ്പോൾ നമ്മൾ 2 വശവും ഇതുപോലെ കറക്റ്റായിട്ട് ഫുൾ കയറ്റി എടുത്തിട്ടുണ്ട്. ഇതുപോലെ യൂസ് ചെയ്യാൻ നല്ല ഭംഗിയാണ്. കാരണം വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലാട്ടോ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഞാനിവിടെ കുറച്ചും കൂടെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ ഞാനൊരു ഗിയർ വയറിലോട്ട് ഒരു സിൽവർ കളറിലെ ഷുഗർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഈ ഗിയർ വയർ പക്ഷെ നമ്മൾ ഹെയർ വൈൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്നതല്ല കേട്ടോ. ഇത് ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ഗിയർ വയറാണ്. അപ്പോൾ അതാകുമ്പോൾ ഇതുപോലെ ഇത് ലൂസായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പം നമ്മൾ അതിലാണ് ഫുള്ളായിട്ട് ഇതുപോലെ ബീഡ്സിനെ കയറ്റി എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ബോയുടെ എൻഡ് വശത്ത് ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പിനെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിനെ അതിൻ്റെ പുറത്ത് വെച്ച് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ എൻഡ് കവർ ചെയ്യാനായിട്ട് ഒരു ബ്ലാക്ക് കളർ റിബണിൽ ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് ഇതിൻ്റെ എൻഡ് വശം ഇതുപോലെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ എൻഡ് ടാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബീഡ്സിനെ ഇതുപോലെ ഈ ബോയിൽ ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം കേട്ടോ. ഞാൻ ഇത്രയും വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ എൻഡിൽ കൊണ്ടുവന്ന് ഇതുപോലെ എൻഡ് ടാപ്പിൽ വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് ബ്ലാക്ക് കളർ റിബൺ വെച്ച് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള നമ്മുടെ ബോയുടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഭംഗിയായിട്ടോ ഇത് കാണാനായിട്ട്. വീഡിയോയിൽ എത്രത്തോളം ഭംഗി തോന്നിക്കുന്നു എന്നറിയില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതിലും ഭംഗിയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.